എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ വേനൽ അതിൻ്റെ രൗദ്രഭാവം പൂർണ്ണ തോതിൽ എന്ന് പറഞ്ഞതുപോലെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ളം പല സ്ഥലത്തും കിട്ടാതെ ആയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകൾ പലതും മലിനപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പലരും കുടിവെള്ളത്തിനായിട്ട് നെട്ടോട്ടം ഓടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ സുലഭമായിട്ട് കുടിവെള്ളം ലഭിക്കേണ്ട ചില സ്ഥലത്ത് അത് ആരുടെയൊക്കെയോ അലംഭാവം മൂലം അത് എടുക്കാനാവാതെ ഇല്ല ലഭിക്കാനാവാതെ നിൽക്കുന്ന ചില കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരു കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് വാത്തിക്കുടി പഞ്ചായത്തിൽ നിരവധി കുളങ്ങളിലുള്ളതിൽ ഒരു കുളമാണ്. ശുദ്ധജല സ്രോതസ്സാണിത്. ഈ കനത്ത വേനലിലും നിറയെ വെള്ളം ഉള്ള ഈ കുളത്തിൻ്റെ പരിസരവും ഈ കുളവും നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വേസ്റ്റിട്ടും മരങ്ങൾ ഒടിഞ്ഞാടിയും ഒക്കെ വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഈ കുളം ഇവിടെ സ്ഥിതി ചെയ്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലുള്ള കുളങ്ങൾ സംരക്ഷിക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്ന് ഈ ശുദ്ധജല ക്ഷാമം ഉള്ള ഈ ഒരു സമയത്ത് ഇത്തരം കുളങ്ങളെ ഇതുപോലെ നിരവധി കുളങ്ങൾ വാത്തിക്കുടി പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശുദ്ധമായ ജലം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള നടപടികൾ അധികാരികൾ കൈക്കൊള്ളണം എന്നാണ് ഈ കുളത്തിൻ്റെ പരിസരത്ത് നിന്ന് ആവശ്യപ്പെടാനുള്ളത്. മെയിൻ റോഡിനോട് ചേർന്ന് ഏത് വാഹനവും ചേർന്ന് നിൽക്കത്തക്ക രീതിയിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും റോഡ് സൈഡിലുള്ള ഈ ഒരു സാധനമാണ് അലംഭാവം മൂലം നാശോന്മുഖമായി കിടക്കുന്നത്. ഇതൊന്നും കാണാതിരിക്കും. ഇതുപോലെ ഒന്നല്ല ഒരുപാട് കുളങ്ങൾ കല്ല് കെട്ടിയതും കെട്ടാത്തതുമായിട്ട് പൂർണ്ണമായിട്ട് ജലം സംഭരിച്ചു നിൽക്കുന്ന തോതിൽ ഈ പഞ്ചായത്തിൻ്റെ അല്ല, ഈ പഞ്ചായത്തിൽ പല ഭാഗത്തുണ്ട്, ഈ പഞ്ചായത്തിൻ്റെ അല്ല പല പഞ്ചായത്തുകളിലുമുണ്ട്. അത് മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നവർ സ്വന്തമായിട്ട് കുളം കുത്തിയിട്ട് പഞ്ചായത്തിന് സമർപ്പിച്ച് അല്ലെങ്കിൽ നാട്ടുകാർക്ക് സമർപ്പിച്ചതുകൊണ്ട് പഞ്ചായത്ത് അതിൻ്റെതായ ഫണ്ട് മുടക്കിയിട്ട് സ്ഥാപിച്ചതുണ്ട്. എന്തായാലും ഇങ്ങനെ വെള്ളം ഉള്ള സ്ഥലങ്ങൾ പഞ്ചായത്തിൻ്റെതാണ് ഇല്ല പൊതുവാണ് എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചത്തിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ അതങ്ങനെ കിടന്ന് നശിച്ച് കുട്ടികളുടെ സ്നഗ്ഗി ഉൾപ്പെടെ മറ്റ് പല കുളങ്ങളിൽ നമ്മൾ കാണിച്ച കുട്ടികളുടെ സ്നഗ്ഗി ഉൾപ്പെടെയുള്ള വേസ്റ്റ് ഇട്ട് മാലിന്യങ്ങളിട്ട് നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പലതും കാണുന്നുണ്ട്. ഈ അവസരത്തിലാണ് 200 ലിറ്റർ വെള്ളം ഒരു കുടുംബത്തിന് കൊടുക്കുന്ന ഒരു സംസ്ഥാന പഞ്ചായത്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഫ്രീ ആയിട്ട് 200 ലിറ്റർ അത്യാവശ്യക്കാർക്ക് അപേക്ഷ വെക്കുന്നവർക്ക് കുടിവെള്ളം കൊണ്ട് കൊടുക്കുന്നു. 200 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പശു ഒക്കെ ഉള്ള വീട്ടിൽ ഒരു പശുവിനും കിടാവിനോട് കുടിക്കാൻ വേണ്ടി മാത്രം 200 ലിറ്റർ വെള്ളം തികയില്ല. അതിനെനിക്ക് അവരെ കുളിക്കണം, ആളുകൾക്ക് കുടിക്കണം. ഇതെല്ലാം 200 ലിറ്റർ അപര്യാപ്തമാണ്. പക്ഷെ അത് അത്രയെങ്കിലും പഞ്ചായത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ചെറിയ പിക്കപ്പിന് 2000 ലിറ്ററിൽ 1500 ലിറ്റർ വെള്ളം കൊണ്ടുവരുമ്പോൾ 1000 രൂപ 1200 രൂപ ഈ പിക്കപ്പിന് പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തെങ്കിലും പഞ്ചായത്ത് അത് അത്രയും പണം മുടക്കിയാണ് കൊടുക്കുന്നത്. അത് സാധാരണ ഓരോരുത്തരുടെയും നികുതിപ്പണമാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ വെള്ളം കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ല. വെള്ളം കൊടുക്കണം, ഈ 200 പോരാ, അത് കൂടുതൽ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതുപോലെയുള്ള ജലസ്രോതസ്സുകൾ അത് ക്ലീൻ ആക്കിയിട്ട് ഇപ്പം നമ്മൾ ഈ ഹരിതകർമ്മസേനയെ വെച്ച് പല സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യുന്ന അതേ സംവിധാനത്തിൽ ഒരു 5-10 വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പാടില്ല, ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ഈ കാണിച്ച കുളത്തിൽ ഒരു പമ്പ് സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആരെങ്കിലും അയലോക്കക്കാരെയോ ആരെങ്കിലും ആളെ ഏൽപ്പിച്ചാൽ കുളം പഞ്ചായത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതികളിലൊക്കെ ഒരു പ്രയോജനമില്ലാതെ ഇപ്പോൾ പാറപ്പുറത്ത് കൊണ്ടുപോയി കിളിഞ്ഞിൽ കുത്തി ഇല്ല വേലി തീർന്ന ഇല്ലെങ്കിൽ മൺകയ്യാല തീർക്കുന്ന അങ്ങനെ പണികളൊക്കെ നടക്കുന്നത്. കൃഷിക്കാർക്ക് ആവശ്യമായ പണികൾ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ നാടിന് ആവശ്യമുള്ള ഒരു പണികൾ നടക്കുന്നില്ല എന്നൊരു വസ്തുതയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ കുളങ്ങൾ ക്ലീൻ ചെയ്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാൽ അവിടെ ഇപ്പോൾ ഇതിനു മുമ്പ് ഈ പല പഞ്ചായത്തുകളിൽ 5000 ലിറ്ററിൻ്റെയൊക്കെ വാട്ടർ ടാങ്കുകൾ പഞ്ചായത്തിൻ്റെ പല സ്കീമുകളിലും പെടുത്തി പല സംഘങ്ങൾക്കായിട്ട് ഇല്ലെങ്കിൽ കുറേ വീട്ടുകാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ പല ആളുകളും സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് വളം കലക്കി ഒഴിക്കാനും ഇല്ലെങ്കിൽ സ്വന്തം വെള്ളം ശേഖരിച്ച് വെക്കാനായിട്ട് വ്യക്തികൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ടാങ്ക് ഇല്ലെങ്കിൽ ഏതാനും ടാങ്കുകൾ പഞ്ചായത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ഉപയോഗയോഗ്യമാണെങ്കിൽ അത് ഇങ്ങനെയുള്ള കുളങ്ങളുടെ സൈഡിൽ കൊണ്ടുവച്ച് ഈ മോട്ടർ വെച്ച് അതിനകത്തൊരു ടാപ്പും വെച്ചാൽ ആവശ്യക്കാരൻ ക്യാനിലോ ബക്കറ്റിലോ പിടിച്ച് ഓട്ടോയിലോ എങ്ങനെയായാലും വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. കാരണം ചില സ്ഥലങ്ങളിൽ കിലോമീറ്ററുകൾ പോലും നടന്നാൽ പോലും വെള്ളം കിട്ടാത്ത അവസരങ്ങളുണ്ട്. ഞാൻ ഈ വെള്ളത്തിൻ്റെ ഇല്ലായ്മ ശരിക്ക് അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ദുരിതങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ വെറുതെ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്.
അപ്പൊ ഇങ്ങനെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കൃഷിദേഹങ്ങളെല്ലാം കഴിഞ്ഞു തുടങ്ങി. അതീവ ചൂടാണ്, വെള്ളത്തിന് ആവശ്യം കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈ 1000 ലിറ്റർ അല്ലെങ്കിൽ 200 ലിറ്റർ വീതം ആളുകൾ കൊടുക്കുന്നതില്ല. നമുക്കെതിരെ ഇത്തരം കുളങ്ങളും ഇത്തരം കിണറുകളും സംരക്ഷിക്കാനുള്ള സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് നാട്ടുകാരുടെ ഇടപെടലുകൾ ഉണ്ടാവണം. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആളുകളുടെ ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് ഒരു 5-10 വീട്ടുകാരെ ആയാലും കൂട്ടി അതിന്റെ ഒരു ഫണ്ട് ഇപ്പം ഞാൻ പറയാം, ഒരു 1000 രൂപ 1200 ഒരു ലോഡ് വെള്ളം വരുന്ന കൊടുക്കുന്നുണ്ട്. 2 ലോഡിന്റെ പൈസ, 2-3 ലോഡ് വെള്ളം വരുന്നതിന്റെ പൈസ കൊണ്ട് ഈ ഒരു കിണർ വൃത്തിയാക്കാൻ സാധിക്കുക. അതൊന്ന് തേയി കളഞ്ഞ് ചുറ്റുവട്ടം വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനിടയ്ക്ക് ഈ കുടിവെള്ള സ്രോതസ്സുള്ള ആളുകൾ, ഈ ചില സ്വാധീനമുള്ള ആളുകൾ സ്വന്തം കൃഷിയിടം നനയ്ക്കാനും പുരയിടം നനയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അവനവൻ്റെ കാര്യം മാത്രമാണ്, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. എന്തായാലും ജലം മനുഷ്യന് ആവശ്യമാണ്. അതിങ്ങനെ ഇത്രയും സൗകര്യത്തിലൂടെ ഇതുപോലെ ജലങ്ങൾ കിടക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്നത് മോശമാണ്. ഇത്തരം സംവിധാനങ്ങളെ കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനാക്കാൻ ഒരു പരിധിവരെ കുടിവെള്ളത്തിന് പരിഹാരമാകും, ഇല്ലെങ്കിൽ ആ പ്രദേശത്തെങ്കിലും പരിഹാരമാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകൾ മുന്നിട്ടിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.